Hi all, welcome to CC English Hub. നമുക്കിന്ന് ഫോൺ വിളിക്കുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ള സെന്റൻസസ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. സോ ടുഡേ വി ആർ ഗോണ ഡീൽ വിത്ത് ടെലിഫോണിക് കോൺവെർസേഷൻസ്. ഓക്കെ, ഹലോ പറയാറുണ്ടല്ലേ? നമ്മളെങ്ങനെയാ ഫോൺ വിളിക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ ഒരാളെ കാണുമ്പോഴാണെങ്കിലും പറയാറുണ്ട് ഹലോ എന്നുള്ളത്. എന്താ ഹലോ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ എന്തായിരിക്കും നമ്മൾ വേർഡ് ഉപയോഗിക്കുക? ഏയ്, ഹലോ അല്ലേ, അല്ലെങ്കിൽ ദേ ഇങ്ങോട്ട് നോക്കിയേ എന്നുള്ള ആ ഒരു മീനിങ് ആണ് ഹലോ അല്ലേ. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് വരിക ഹലോ തന്നെയാണ്. ഓക്കെ, ഹലോ. ഓക്കെ, നെക്സ്റ്റ് വൺ, വിവരങ്ങൾ അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. നമ്മൾ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞതിന് ശേഷം അയാൾ അങ്ങ് വിളിക്കുകയാണെന്ന് വിചാരിക്കുക അല്ലേ. സോ ഇപ്പോൾ ഒരു റാങ്ക് കിട്ടി, നമ്മളത് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് വിളിക്കുകയാണ്. അപ്പം നമ്മൾ എന്താ പറയുക? വിവരങ്ങൾ അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. സോ സന്തോഷമുണ്ട്, സന്തോഷത്തിന് നമ്മൾ എന്താ പറയുക? ഹാപ്പി അല്ലെങ്കിൽ ഗ്ലാഡ് ഒക്കെ പറയാം. നമുക്ക് നോക്കാം. അവിടെ ഗ്ലാഡ് ടു നോ ദ ന്യൂസ്. മാക്സിമം നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ ഈ വേർഡ്സ് കുറവാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഒരുപാട് നമ്മൾ സ്ട്രക്ചറൊക്കെ യൂസ് ചെയ്ത് ഒരുപാട് സ്ട്രക്ചറലായിട്ട് പറയാതെ സിമ്പിളായിട്ടാണ് നമ്മൾ ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുക. ഫോണിൽ മാത്രമേ നമ്മൾ ടെക്സ്റ്റ് ചെയ്യുമ്പോൾ, മെസ്സേജ് ചെയ്യുമ്പോൾ, വാട്സപ്പിലൊക്കെ നമ്മൾ ഷോർട്ടായിട്ടാണ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഗ്ലാഡ് ടു നോ ദ ന്യൂസ്, ഗ്ലാഡ് ടു നോ ദ ന്യൂസ്. ഈ ടൂവിന് ശേഷം നമ്മൾ സിമ്പിൾ പ്രസൻറ്റിലാണ് യൂസ് ചെയ്യുക. ടൂവിന് ശേഷം ന്യൂ എന്നൊന്നും നമ്മൾ ഉപയോഗിക്കില്ല. ഓക്കെ, സോ ടു നോ ദ ന്യൂസ്, വിവരങ്ങൾ അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഗ്ലാഡ് ടു നോ ദ ന്യൂസ്. ഗ്ലാഡിന് പകരം നമുക്ക് ഹാപ്പി ഉപയോഗിക്കാം. ഹാപ്പി ടു നോ ദ ന്യൂസ്. ഓക്കെ, ഇംപ്രസ്ഡ് അങ്ങനെയൊക്കെ പറയാം. സോ നെക്സ്റ്റ് വൺ, നീ എന്നെ വിളിച്ചതിൽ സന്തോഷമുണ്ട്. അവിടുന്ന് മറ്റേയാൾ പറയാം എന്താണ്? നീ എന്നെ വിളിച്ചതിൽ സന്തോഷമുണ്ട്. സോ അവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? സെയിം രീതിയിൽ തന്നെ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഗ്ലാഡ് ടു എന്താണ്? ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തേ. ഇവിടെ ഗ്ലാഡ് യു കോൾഡ് മീ, കണ്ടോ? ഗ്ലാഡ് യു കോൾഡ് മീ. ഇനിയിപ്പോൾ ടു വെച്ചിട്ട് നമുക്ക് പറയാം ഗ്ലാഡ് ടു അറ്റൻഡ് യുവർ കോൾ, ഗ്ലാഡ് ടു അറ്റൻഡ് യുവർ കോൾ എന്ന് പറയാം. ഓക്കെ, അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം ഐ എം സോ ഗ്ലാഡ് യു കോൾഡ് മീ, ഐ എം സോ ഗ്ലാഡ്, ഞാൻ വളരെ സന്തോഷവാനാണ്. എന്തിൽ? യു കോൾഡ് മീ, നീ എന്നെ വിളിച്ചതിൽ, നീ എന്നെ വിളിച്ചു. സോ ഗ്ലാഡ് ടു, ഐ എം സോ ഗ്ലാഡ്, ഐ എം സോ ഹാപ്പി, ഐ എം സോ എക്സൈറ്റഡ് യു കോൾഡ് മീ. ഓക്കെ, ഐ എം സോ എക്സൈറ്റഡ് യു കോൾഡ് മീ. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ, എന്നിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഞാൻ പറയുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങളും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെ പറയാം? ഐ എം സോ എക്സൈറ്റഡ്, ഐ എം സോ ഇംപ്രസ്ഡ്, അല്ലെങ്കിൽ ഐ എം സോ ഹാപ്പി, ഐ എം സോ ഗ്ലാഡ് യു കോൾഡ് മീ. ഓക്കെ, നെക്സ്റ്റ് വൺ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മളെപ്പോഴും ചോദിക്കുന്നതാണ്, നേരിട്ട് കണ്ടും നമ്മൾ ചോദിക്കും അല്ലേ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എങ്ങനെ ചോദിക്കുക? സിമ്പിളായിട്ട് എങ്ങനെ ചോദിക്കുക? ഹൗ ആർ യു എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ വാട്ട് അബൌട്ട് യു എന്നൊക്കെ ചോദിക്കാം. സോ ഹൗ ആർ യു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അവിടെ നമുക്ക് ഹൗ ആർ യു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഹൗ ആർ യു. ഓക്കെ, വാട്സ്ആപ്പ് എന്ന് ചോദിക്കും, വാട്സ്ആപ്പ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, നിങ്ങൾക്ക് സുഖം തന്നെയോ? നിനക്ക് സുഖമാണോ അല്ലേ? നീ അവിടെ ഹാപ്പിയാണോ? നിനക്ക് സുഖമായിട്ടിരിക്കുന്നോ? നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നോ? എങ്ങനെ ചോദിക്കുക? അവിടെ നമുക്ക് സിമ്പിളായിട്ട് യു ആർ ഡൂയിങ് വെൽ, അല്ലെങ്കിൽ ആർ യു ഡൂയിങ് വെൽ ക്വസ്റ്റ്യൻ ആണ്. ആർ യു ഡൂയിങ് വെൽ? സ്ട്രക്ചർ വൈസ് നോക്കിയാൽ ഈ യു ആർ ഡൂയിങ് വെൽ എന്ന് പറഞ്ഞാൽ നീ സന്തോഷമായിട്ടിരിക്കുന്നു. ഓക്കെ, ഇനി സന്തോഷമായിട്ടിരിക്കുന്നോ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ ആർ ഇവിടെ വരും. ആർ യു ഡൂയിങ് വെൽ? ഓക്കെ, ആർ യു ഗോയിങ് വെൽ? ഇനി സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, അതൊരു ഫ്രേസ് പോലെ നമുക്ക് പറയാം ഡൂയിങ് വെൽ. ഓക്കെ, ആ ഒരു നമ്മുടെ സ്റ്റൈൽ ഓഫ് സ്പീക്കിംഗ് അവിടെ മാറും. ആർ യു ഡൂയിങ് വെൽ, അല്ലെങ്കിൽ യു ആർ ഡൂയിങ് വെൽ, യു ആർ ഡൂയിങ് വെൽ. ഓക്കെ, ക്വസ്റ്റ്യൻ ആണ്. ദെൻ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മളിവിടെ ഓൾറെഡി ചോദിച്ചു എന്താണ്? എന്തൊക്കെയുണ്ട്, നിനക്ക് സുഖമാണോ? ഹൗ ആർ യു എന്ന് ചോദിച്ചു. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എങ്ങനെ ചോദിക്കുക? അവിടെ നമുക്ക് ഹൗ ആർ യു ദർ, ഹൗ ആർ യു ദർ, നിനക്ക് അവിടെ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഹൗ ആർ യു ദർ, നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കാൻ വേണ്ടി നമ്മൾ ഹൗ ആർ യു ചോദിച്ചു അല്ലേ. ഇനി അവിടെ സുഖമാണോ, അവിടെ ഓക്കെ ആണോ, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഹൗ ആർ യു ദർ, ഹൗ ആർ യു ദർ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ, വീട്ടിലെല്ലാവർക്കും സുഖമാണോ? വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയാണോ? അപ്പോൾ എങ്ങനെ ചോദിക്കുക? നമുക്ക് സിമ്പിളായിട്ട് ഇവിടെ നമ്മളൊരു ക്വസ്റ്റ്യൻ ഓൾറെഡി ചോദിച്ചുവെങ്കിൽ വാട്ട് അബൌട്ട്
യുവർ ഫാമിലി അല്ലെങ്കിൽ വാട്ട് അബൌട്ട് യുവർ ഫാദർ അങ്ങനെയൊക്കെ ചോദിക്കാം. ഇവിടെ ഹൗ ഈസ് ദ ഫാമിലി, അതായത് ഹൗ ആർ യു ദർ, ഹൗ ആർ യു ദർ. അവിടെ യു നിന്റെ കാര്യം ചോദിച്ചേ. ഇവിടെ നമുക്ക് വരുമ്പോൾ എന്താണ് യു മാറി ഇവിടെ എന്താവും ഹൗ ഈസ് ദ ഫാമിലി, കുടുംബം എങ്ങനെയുണ്ട്, വീട്ടിലെല്ലാവർക്കും സുഖമാണോ എന്നാ ഉദ്ദേശിച്ചത്. ഹൗ ഈസ് ദ ഫാമിലി, കീപ്പിംഗ് ഫൈൻ, ഗോയിങ് ഫൈൻ, ഗോയിങ് വെൽ. ഈ കീപ്പിംഗ് ഫൈൻ നമുക്ക് പകരം നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഗോയിങ് വെൽ അല്ലെങ്കിൽ ഡൂയിങ് വെൽ എന്നൊക്കെ ഉപയോഗിക്കാം. ഓക്കെ, ഗോയിങ് വെൽ, കീപ്പിംഗ് ഫൈൻ, ഗോയിങ് ഗുഡ് എന്നൊക്കെ ചോദിക്കാം. സോ ഹൗ ഈസ് ദ ഫാമിലി. ഇനി നിന്റെ സഹോദരങ്ങൾ എന്ത് പറയുന്നു, ഹൗ ഈസ് യുവർ സിബ്ലിങ്സ്. ഓക്കെ, ഭർത്താവ് എന്ത് പറയുന്നു, ഹൗ ഈസ് യുവർ ഹസ്ബൻഡ്. ജോലിയൊക്കെ എങ്ങനെയുണ്ട്, ഹൗ ഈസ് യുവർ ജോബ്, ഗോയിങ് ഗുഡ്. ഓക്കെ, നിന്റെ പഠിപ്പിക്കൽ എങ്ങനെയുണ്ട്, ഹൗ ഈസ് യുവർ ടീച്ചിങ്. ഓക്കെ, അസുഖം എങ്ങനെയുണ്ട്. ഇതൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്ത് അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു യൂസേജ് വന്ന് അതിന് കൂടെ തന്നെ അതേപോലെയുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വൺ, നിങ്ങൾക്ക് സുഖം എന്ന് വിശ്വസിക്കുന്നു. ഐ ബിലീവ് അല്ലേ, ഞാൻ വിശ്വസിക്കുകയാണ് എന്ത്, നിങ്ങൾക്ക് സുഖം എന്ന് വിശ്വസിക്കുന്നു. അവിടെ നമ്മളെന്താണ്, പ്രതീക്ഷയാണ്. അവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഹോപ്പ്. ഓക്കെ, ഹോപ്പ് യു ആർ ഫൈൻ, ഹോപ്പ് യു ഫൈൻ, ഹോപ്പ് യു ആർ ഫൈൻ എന്ന് വരും. ഹോപ്പ് യു ആർ ഫൈൻ. ഓക്കെ, ഹോപ്പ് യു ആർ ഫൈൻ. ഓക്കെ, ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ്, ഹോപ്പ് യു ആർ ഗോയിങ് വെൽ എന്നൊക്കെ വരും. ഓക്കെ, പഠനം എങ്ങനെ പോകുന്നു, ഞാൻ നേരത്തെ പറഞ്ഞതാണ്. എന്താണ്, നിന്റെ സ്റ്റഡീസ് ഒക്കെ എങ്ങനെ പോകുന്നു, നിന്റെ പഠിപ്പിക്കൽ എങ്ങനെ പോകുന്നു, ജോലി എങ്ങനെ പോകുന്നു. അപ്പോൾ നമുക്ക് അവിടെ ചോദിക്കാം, ഹൗ അബൌട്ട് യുവർ സ്റ്റഡീസ്, ഹൗ അബൌട്ട് യുവർ സ്റ്റഡീസ്, ഹൗ അബൌട്ട് യുവർ സ്റ്റഡീസ്. ഓക്കെ, ജോലി എങ്ങനെ പോകുന്നു, ഹൗ അബൌട്ട് യുവർ ജോബ്. ഓക്കെ, വാട്ട് അബൌട്ട് യുവർ സിബ്ലിങ്സ്. ഓക്കെ, ഇങ്ങനെ. സോ ഐ തിങ്ക് യു ഗോട്ട് ഇറ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വരാം കേട്ടോ. നെക്സ്റ്റ് വൺ വളരെ കുറവുണ്ട്. ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, നിന്റെ അസുഖം എങ്ങനെയുണ്ട്, ഹൗ ഈസ് യുവർ ഡിസീസ്, ഹൗ ഈസ് യുവർ ഹെൽത്ത്. ഓക്കെ, ഹൗ ഈസ് യുവർ ഹെൽത്ത് നൗ. ഓക്കെ, നമ്മൾ വിവരം അന്വേഷിക്കാം. ഒരാൾക്ക് നമ്മുടെ ഫ്രണ്ടിന് ഒരു അസുഖം വന്നാലും നമ്മൾ എന്തായാലും വിളിച്ച് അന്വേഷിക്കും. സോ ഹൗ ഈസ് യുവർ ഹെൽത്ത് നൗ, ഇസ് ഇറ്റ് ഓക്കെ അല്ലേ. അപ്പോൾ വളരെ കുറവുണ്ട് എന്നെങ്ങനെ പറയാ, ഫീലിംഗ് ഫാർ ബെറ്റർ, ഫീലിംഗ് ഫാർ ബെറ്റർ, ഫീലിംഗ് ബെറ്റർ എന്ന് പറയാം. ഫീലിംഗ് ബെറ്റർ, യാ നന്നായി തോന്നുന്നു, നല്ലൊരു ചേഞ്ച് ഉണ്ട്. അവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഫീലിംഗ് ഫാർ ബെറ്റർ. ഓക്കെ, ഫീലിംഗ് ഫാർ ബെറ്റർ, വളരെ കുറവുണ്ട്. ഓക്കെ, ബെറ്റർ മീൻസ് നല്ലത് എന്നുള്ളൊരു അർത്ഥമാണ്. ബെറ്റർ ആവുക, കുറച്ചുകൂടി എന്താ പറയുക, അതിൽ നിന്നും മെച്ചപ്പെട്ടു എന്നുള്ളൊരു രീതിയിലാണ് ഫീലിംഗ് ബെറ്റർ. ഫീലിംഗ് എനിക്ക് തോന്നുന്നു. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ, അവിടെ ഇപ്പോൾ കാലാവസ്ഥ എങ്ങനെയുണ്ട്, എപ്പോൾ വിളിച്ചാലും അവിടെ ഇപ്പോൾ മഴയുണ്ടോ, ഇപ്പോൾ വെയിലാണോ, കാറ്റ് കുറവുണ്ടോ അല്ലേ, അല്ലെങ്കിൽ പൊടിയുണ്ടോ, ഇപ്പോൾ ചൂടാണോ, മഞ്ഞ് മാറിയോ. അപ്പോൾ എന്താണ് നമ്മൾ പറയുക, അവിടെ ഇപ്പോൾ കാലാവസ്ഥ എങ്ങനെയുണ്ട്. കാലാവസ്ഥയ്ക്ക് എന്താ ഇംഗ്ലീഷ് പറയാ, ക്ലൈമറ്റ് ആണോ, അല്ല. യെസ്, സോ ഹൗ ഈസ് ദ ക്ലൈമറ്റ് ദർ. അവിടെ എന്താണ്, അവിടുത്തെ കാലാവസ്ഥ ഇപ്പോൾ എങ്ങനെയുണ്ട്, ഹൗ ഈസ് ദ ക്ലൈമറ്റ് ദർ. വിൻ്റർ ആണ്, അവിടെ ഇപ്പം ശക്തമായ മഴയുണ്ടോ, ഓക്കെ, മഴയത്ത് ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. സോ ഹൗ ഈസ് ദ ക്ലൈമറ്റ് ദർ, അവിടെ ഇപ്പോൾ കാലാവസ്ഥ എങ്ങനെയുണ്ട്. നെക്സ്റ്റ് വൺ, നിന്റെ കല്യാണം ഉറപ്പിച്ചെന്ന് കേട്ടല്ലോ, ശരിയാണോ. അത് നല്ലൊരു യൂസേജ് ആണ്, എല്ലായിടത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ശ്രദ്ധിച്ചോ. ഹിയേർഡ്, എന്താണ് ഹിയേർഡ്, ഹേർഡ്, ഹേർഡ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക. ഹേർഡ് മീൻസ് കേട്ടു. ഓക്കെ, ഹിയർ, ഹേർഡ്, ഹേർഡ്, ഹിയർ, ഹേർഡ്, ഹേർഡ്. V1ഉം V2ഉം അല്ല, V2ഉം V3ഉം ഹേർഡ് ആണ്. സോ ഹേർഡ് യുവർ മാരേജ് ഈസ് ഫിക്സ്ഡ്, റൈറ്റ്. ഹേർഡ് യുവർ മാരേജ് ഈസ് ഫിക്സ്ഡ്, റൈറ്റ്. നിന്റെ കല്യാണം ഉറപ്പിച്ചതായി കേട്ടു, ശരിയാണോ. ഹേർഡ് യു ഗോട്ട് എ ജോബ്, റൈറ്റ്. ഓക്കെ, ഇസ് ഇറ്റ് റൈറ്റ്. ഹേർഡ് യു ഗോ അബ്രോഡ്, ഇസ് ഇറ്റ് റൈറ്റ്, റൈറ്റ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ യൂസേജ്. ഹേർഡ് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സിമ്പിൾ പാസ്റ്റിൽ പറഞ്ഞാൽ മതി. ഓക്കെ, സോ യു ഗോട്ട് ഇറ്റ്, റൈറ്റ്. ഉടൻ തിരിച്ചു വിളിക്കൂ. അതായത് നമ്മളിപ്പോൾ പറയാണ് ബാലൻസ് ഇല്ല, അല്ലെങ്കിൽ ജസ്റ്റ് പെട്ടെന്ന് നമുക്ക് ഓഫാക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ പറയും ഫോൺ ചെയ്തിട്ട് പെട്ടെന്ന് തിരിച്ച് വിളിക്കാൻ തന്നെ. ഓക്കെ, നമ്മളങ്ങനെ പറയും അല്ലേ, പെട്ടെന്ന് തിരിച്ച് വിളിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് തിരിച്ച് വിളിക്കാമെന്ന് പറയാറുണ്ട്. അവിടെ കോൾ ഇമ്മീഡിയറ്റ്ലി, ഇറ്റ്സ് എൻ ഇംപറേറ്റീവ് സെന്റൻസ്. കോൾ ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ടഡ് വിത്ത് ആക്ഷൻ, റൈറ്റ്. ഓക്കെ, എങ്ങനെ പറയുക, ഇപ്പോൾ ഇങ്ങോട്ട് വരൂ, കം, വിളിക്കൂ, കോൾ,
ഇത് തുറക്കൂ, ഓപ്പൺ ദി ഡോർ തുറക്കൂ. അതുപോലെയാണ് വിളിക്കൂ, കോൾ. എങ്ങനെ വിളിക്കൂ? പെട്ടെന്ന് വിളിക്കൂ. സോ കോൾ ഇമ്മീഡിയറ്റ്ലി. ഇവിടെ തിരിച്ച് വിളിക്കൂ എന്ന് പറയണമെങ്കിൽ നമുക്ക് എന്ത് പറയണം? കോൾ ബാക്ക് കൂടി പറയാം. കോൾ മീ ബാക്ക് ഇമ്മീഡിയറ്റ്ലി എന്ന് പറയാം. കോൾ മീ ബാക്ക് ഇമ്മീഡിയറ്റ്ലി. സോ ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് വൺ, അവിടെ എത്തിയാൽ ഉടൻ വിളിക്കണം. കെയറിങ് ആണ് അല്ലേ? നമ്മൾ ഒരാളെ കെയർ ചെയ്യുന്നതാണ്. അവിടെ എത്തിയാൽ നീ തീർച്ചയായും വിളിക്കണം. എത്തിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അമ്മമാരൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കാറുണ്ട്. അവിടെ എത്തിയാൽ ഉടൻ വിളിക്കണം. എങ്ങനെയാ അവിടെ പറയാ? അവിടെയും ഒരു കമാൻഡാണ്. അവിടെ നമുക്ക് എന്താണ്? ആക്ഷൻ വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കോൾ മീ ജസ്റ്റ് ഓൺ റീച്ചിങ് ദർ. കോൾ മീ, എന്നെ വിളിക്കണം. ജസ്റ്റ് എപ്പോഴാണ്? ജസ്റ്റ് ഓൺ റീച്ചിങ് ദർ. അവിടെ എത്തിയാൽ ഉടൻ എന്താണ്? തിരിച്ചു വിളിക്കണം. ഓക്കെ. നെക്സ്റ്റ് വൺ, ഫോൺ ചെയ്യാൻ താമസിച്ചതിൽ ക്ഷമിക്കണം. കോൾ മീ ഇമ്മീഡിയറ്റ്ലി എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ വിളിക്കാൻ മറന്നിട്ടുണ്ടാവും. സോ നമ്മൾ വിളിച്ചിട്ട് പറയാണ് ഫോൺ ചെയ്യാൻ താമസിച്ചതിൽ എന്നോട് ക്ഷമിക്കണം. എങ്ങനെ പറയുക? എക്സ്ക്യൂസ് മീ. എങ്ങനെയാണ്? സോറിക്ക് പകരം നമുക്ക് എന്ത് ഉപയോഗിക്കാം? എക്സ്ക്യൂസ് മീ. അതായത് ക്ഷമിക്കൂ. എക്സ്ക്യൂസ് മീ ഫോർ ബീയിങ് ലേറ്റ്. ഫോർ ബീയിങ് ലേറ്റ് മീൻസ് ലേറ്റ് ആയി. ഫോർ ബീയിങ് ലേറ്റ് ടു റിങ് യു. ഓക്കെ, ടു റിങ് യു ഓർ ടു കോൾ യു എന്ന് പറയാം. റിങ് കോളും സെയിം ആണ്. സോ എക്സ്ക്യൂസ് മീ ഫോർ ബീയിങ് ലേറ്റ് ടു റിങ് യു. ക്ലിയർ ആണോ? എക്സ്ക്യൂസ് മീ ഫോർ ബീയിങ് ലേറ്റ് ടു റിങ് യു. ഓക്കെ. നെക്സ്റ്റ് വൺ, എല്ലാവരെയും എൻ്റെ സ്നേഹാന്വേഷണം അറിയിക്കുക. ഓക്കെ. കൺവേ മൈ റിഗാർഡ്സ് നമ്മൾ സ്ഥിരം പറയുന്ന ഏർപ്പാടാണ്. എന്താണ്? എല്ലാവരെയും എൻ്റെ സ്നേഹാന്വേഷണം അറിയിക്കണം. എങ്ങനെ പറയാം അവിടെ? അവിടെ നമുക്ക് കൺവേ മൈ റിഗാർഡ്സ് ടു എവ്രി വൺ ടു എവ്രി വൺ ടു ഓൾ എന്നൊക്കെ പറയാം. കൺവേ, ഓക്കെ, അറിയിക്കൂ. ഓക്കെ. സോ കൺവേ മൈ റിഗാർഡ്സ് ടു എവ്രി വൺ. ഓക്കെ. അവിടെ എത്തിയാൽ ഉടൻ ഞാൻ ഫോൺ വിളിക്കാം. പ്രോമിസ് ചെയ്യാണ്. അവിടെ എത്തിയാൽ ഉടൻ ഞാൻ ഫോൺ വിളിക്കാം. എങ്ങനെ പറയാ? I'll call you. അല്ലെങ്കിൽ വിളിക്കും എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഷാൾ പറയാം. നമുക്കവിടെ വിൽ ഓർ ഷാൾ ഉപയോഗിക്കാം. ഐ ഷാൾ, വിളിക്കാം. ഐ ഷാൾ കോൾ യു. ഐ വിൽ കോൾ യു സൂൺ ആഫ്റ്റർ റീച്ചിങ് ദർ. ഓക്കെ. ഐ വിൽ കോൾ യു സൂൺ ആഫ്റ്റർ റീച്ചിങ് ദർ. അവിടെ എത്തിയാൽ ഞാൻ നിങ്ങളെ തിരിച്ചു വിളിക്കാം. ഓക്കെ. ശരി, നമുക്ക് പിന്നെ കാണാം. ഞാൻ ഫോൺ വെച്ചോട്ടെ. ശരി, നമുക്ക് പിന്നെ കാണാം. ഓക്കെ. എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് പറയാറുള്ളതാണ് സീ യു ലേറ്റർ അല്ലേ? ആൻഡ് ഞാൻ ഫോൺ വെച്ചോട്ടെ. ഒരു റിക്വസ്റ്റ് പോലെ നല്ല എന്താണ് പൊളൈറ്റായിട്ട് ചോദിക്കുകയാണ് അല്ലേ? ഓക്കെ ദെൻ, ശരി. ഓക്കെ ദെൻ മീൻസ് ശരി. ഓക്കെ മീൻസ് ശരി അല്ലേ? എന്നാ പിന്നെ ശരി നമ്മൾ പറയാറുണ്ടല്ലേ? ഓക്കെ ദെൻ സീ യു. ദെൻ മീൻസ് പിന്നെ എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ അല്ലേ? ഓക്കെ ദെൻ സീ യു ലേറ്റർ, പിന്നെ കാണാം. ഓക്കെ. ഓക്കെ ദെൻ സീ യു ലേറ്റർ. മേ ഐ ഹാങ് അപ്പ്. ഞാൻ ഫോൺ വെച്ചോട്ടെ. വളരെ പൊളൈറ്റായിട്ട് മേ ഐ, നല്ല പൊളൈറ്റ് റിക്വസ്റ്റ് ഫോം ആണ്. മേ ഐ ഹാങ് അപ്പ്. ക്യാൻ ഐ ഹാങ് അപ്പിനേക്കാൾ എത്രയോ പൊളൈറ്റ് ആണ് ഇവിടെ. മേ ഐ ഹാങ് അപ്പ്. സോ ഓക്കെ ദെൻ സീ യു ലേറ്റർ. മേ ഐ ഹാങ് അപ്പ്. ഗോട്ട് ഇറ്റ്? ഓക്കെ. സോ ദാറ്റ്സ് ഓൾ. ടെലിഫോണിക് കോൺവെർസേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യാറുള്ള കുറച്ച് ഫ്രേസസ് ആൻഡ് സെൻറ്റൻസസ് ആണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത്. സോ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് ചോദിക്കുക. നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. ഇതുപോലെ വളരെ ഹെൽപ്ഫുള്ളായ സിറ്റുവേഷണൽ ഇംഗ്ലീഷ്, അതായത് ഓരോ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഇംഗ്ലീഷ് ഫ്രേസസ് ആൻഡ് ഇഡിയംസ്, അതേപോലെ കോണ്ടന്റ് വീഡിയോസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്തിട്ട് നമ്മളവിടെ സംസാരിച്ച് പഠിക്കുന്നുണ്ട് ഫ്രീ ആയിട്ട്. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് അവിടെ സംശയങ്ങൾ ചോദിക്കാം, ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്താം, ഡിബേറ്റ് നടത്താം. സോ അങ്ങനെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആക്കാം, കോൺഫിഡൻസോടെ സംസാരിക്കാം. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 30 ദിവസം നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാനും ഇനി നമ്മുടെ കോഴ്സിനെ കുറിച്ച് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. ഫ്രീ ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. താങ്ക്